ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടനും ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 25 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അത് 5 പോർഷനായി തിരിച്ചിട്ടാണ് ഇതിൽ നിന്നൊരു പാകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ 10 ഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ പകുതി എടുത്താൽ മതി. അപ്പോൾ 1/2 ലിറ്റർ പാലിലേക്ക് 5 ഗ്രാം ചൈന ഗ്രാസ് മാത്രം മതി. ഇനിയിപ്പോൾ ഇതൊന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. സാധാരണ 2 രീതിയിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാറുണ്ട്. ഡബിൾ ബോയിൽ ചെയ്തിട്ടും മെൽറ്റ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിലും ഞാനിപ്പോൾ ഡയറക്റ്റ് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചൈന ഗ്രാസും വെള്ളവും. എന്നിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സോക്ക് ചെയ്തത് കാരണം പെട്ടെന്ന് തന്നെ ചൈന ഗ്രാസ് മെൽറ്റായി കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ചൈന ഗ്രാസ് ഒക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ചൈന ഗ്രാസ് ഒക്കെ ഇപ്പോൾ ഇവിടെ ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അതേസമയം നമുക്ക് പാൽ ഇവിടെ ഒന്ന് തിളപ്പിക്കണം. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ നമ്മൾ പാല് തിളപ്പിക്കുന്ന ആ ചൂടുണ്ടല്ലോ, അതേ ചൂടോട് കൂടി തന്നെ വേണം ചൈന ഗ്രാസും ഇതിലോട്ട് ചേർക്കാൻ. രണ്ടിൻ്റെയും ചൂട് ഒരുപോലെ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചൈന ഗ്രാസ് പിരിയും. അതുകൊണ്ടാണ് അപ്പുറത്തെ അടുപ്പിലിട്ട് ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിലിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. 400 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പാൽപ്പൊടി ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് കറക്റ്റ് തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർക്കാം. നമ്മൾ പുഡിങ് നന്നായിട്ട് തണുപ്പിച്ചിട്ടാണല്ലോ കഴിക്കുക. അപ്പോൾ മധുരം അത്യാവശ്യം നന്നായി മുന്നിട്ട് നിൽക്കണം. അപ്പോൾ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചൈന ഗ്രാസ് ചേർക്കണം. അപ്പോൾ പാലിൻ്റെ ചൂടും ചേർക്കുന്ന ചൈന ഗ്രാസിൻ്റെ ചൂട് ഒരുപോലെ ഇരിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചൈന ഗ്രാസ് ചൂടോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ പാലും കണ്ടൻസ്ഡ് മിൽക്കും ചൈന ഗ്രാസും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ എല്ലാം മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് പുഡിങ് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ പുഡിങ് ഒക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. പുഡിങ് പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടു പോരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുഡിങ് മിക്സ് അരിച്ചിട്ട് വേണം ഈ ബൗളിലോട്ട് ചേർക്കാൻ. അല്ലെങ്കിൽ മെൽറ്റ് ആവാതെ കിടക്കുന്ന ചൈന ഗ്രാസ് ഒക്കെ കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഒരു ടേസ്റ്റ് കുറച്ച് കുറവായിട്ട് തോന്നും നമുക്ക്. പിന്നെ ഞാൻ 2 ഫ്ലവർ ഷേപ്പിലുള്ള ബൗളാണ് എടുത്തിട്ടുള്ളത് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രങ്ങളോ അല്ലെങ്കിൽ ഗ്ലാസ്സിലൊക്കെ പുഡിങ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ചൂടോട് കൂടി വേണം ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗളിലോട്ട് ഒഴിക്കാൻ. അല്ലെങ്കിൽ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ബൗളും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കും കൂടി നമുക്ക് പുഡിങ് മിക്സ് അരിച്ചിട്ട് ചേർക്കാം. പിന്നെ നമ്മൾ തണുത്തതിന് ശേഷം മാത്രമാണ് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കേണ്ടത്, ഫ്രീസറിലല്ല. അപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പുഡിങ് നന്നായിട്ട് സെറ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ അല്പം വൈകി പോയി. അതായത് ജസ്റ്റ് ഒന്ന് സെറ്റായി കാണുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ നിൽക്കും. അപ്പം ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് വെച്ചിട്ടാണ് ഇത് ഗാർണിഷ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഗാർണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പുഡിങ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ട് കൊടുക്കാം. അപ്പോൾ പുഡിങ് ചൂടോടുകൂടി തന്നെ ഗാർണിഷ് ചെയ്യായിരിക്കും നല്ലത്. തണുത്തതിന് ശേഷം ഗാർണിഷ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ പുഡിങ് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം കേട്ടോ.
അപ്പോൾ ഒരു സിൽവർ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടാണ് ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നത്. അല്ലെങ്കിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ പുഡിങ് ആകെ നാശമാവും. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേണം പുഡിങ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാൻ. അപ്പോൾ ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറൊക്കെ വെക്കുക. എന്നാൽ പുഡിങ് നന്നായിട്ട് സെറ്റായിട്ട് തണുത്ത് കിട്ടും. പിന്നെ തണുപ്പോട് കൂടി പുഡിങ് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഓവർനൈറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാട്ടോ പുഡിങ്. അപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടും, നല്ല തണുപ്പും ഉണ്ടാവും. ഞാനിപ്പോൾ എന്താണെങ്കിലും 2 മണിക്കൂർ മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളത്. പുഡിങ് ഇവിടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ അരികുവശം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ പെട്ടെന്ന് വിട്ടു പോന്നോളും പുഡിങ് ട്രേയിൽ നിന്ന്. നമ്മൾ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത കാരണം പുഡിങ് പെട്ടെന്ന് ട്രേയിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. പുഡിങ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയ ഒരു മിൽക്ക് പുഡിങ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്